പ്രസിഡന്റ്, അതുപോലെ തന്നെ ഈ സ്കൂളിലെ ബഹുമാന്യരായ മറ്റ് അധ്യാപക അനധ്യാപകർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ പ്രവേശനോത്സവ ചടങ്ങുകൾ ഏതാണ്ട് നടന്ന് പൂർത്തിയാകാൻ തുടങ്ങുന്ന സമയമാണ്. ഞാൻ ആദ്യമേ തന്നെ അല്പം വൈകിപ്പോയതിൽ ക്ഷമ ചോദിക്കുകയാണ്. കാരണം പഠിച്ച സ്കൂളിലും പഠിപ്പിച്ച സ്കൂളിലും അവർ വിളിച്ചപ്പോൾ അത് രണ്ടും ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവിടെ വരാൻ അല്പം വൈകിയത്. ഏതാണ്ട് 37 ലക്ഷം കുട്ടികൾ അവരുടെ യാത്ര 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തുടരുകയും 3 ലക്ഷത്തോളം കുട്ടികൾ 1-ാം ക്ലാസ്സിൽ അവരുടെ അറിവിൻ്റെ യാത്ര തുടങ്ങുകയും ചെയ്യുന്ന വളരെ മനോഹരമായ ശുഭകരമായ ഒരു ദിവസമാണ് ഇന്ന്. വിദ്യാഭ്യാസ കാര്യത്തിൽ മാതാപിതാക്കൾ മുൻകാലങ്ങളിൽ നിന്ന്, ഒരുപക്ഷെ ഞാനും ഈ വേദിയിലിരിക്കുന്ന മറ്റ് ആളുകളുമൊക്കെ പഠിച്ചിരുന്ന, അല്ലെങ്കിൽ എൻ്റെ മുന്നിലിരിക്കുന്ന മാതാപിതാക്കളുമൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തെ അപേക്ഷിച്ച് ഇന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെയധികം താല്പര്യവും ശ്രദ്ധയും പുലർത്തുകയും തങ്ങളുടെ കുട്ടികൾ മികച്ച രീതിയിൽ പഠിച്ച് ഉയർന്ന മാർക്ക് വാങ്ങി വരണം എന്ന് ചിന്തിക്കുന്നവരുമാണ്. ഇപ്പോൾ കൊച്ചു കുട്ടികളോട് പ്രത്യേകിച്ചൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവർക്ക് ഞാൻ ഈ പറയുന്നത് അവരവരുടേതായ ലോകത്തേക്ക് മാറിക്കഴിഞ്ഞു. ഒരുപക്ഷെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, ശ്രദ്ധിച്ചാൽ പോലും അവരെത്ര കണ്ട് അത് ഉൾക്കൊള്ളും എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളെ പരീക്ഷയിൽ ഉയർന്ന മാർക്ക്, അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടുന്ന, അല്ലെങ്കിൽ A+ മാർക്ക് വാങ്ങുന്ന വെറും യന്ത്രങ്ങളായി മാറ്റിയെടുക്കരുത് നിങ്ങളെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറിച്ച് പരീക്ഷയിൽ സാമാന്യം വിജയം അല്ലെങ്കിൽ മാർക്ക് വാങ്ങിയാലും കുഴപ്പമില്ല, ജീവിത വഴിയിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഫുൾ A+ അല്ലെങ്കിൽ മികച്ച വിജയം നേടുന്നവരായി നിങ്ങളുടെ കുട്ടികൾ മാറണം, അല്ലെങ്കിൽ മാറ്റിയെടുക്കുവാനുള്ള തുടക്കമാണ് ഈ സ്കൂളിൽ ഇന്ന് തുടങ്ങുന്ന പുതിയ അധ്യയന വർഷം എന്ന് കരുതിക്കൊണ്ട് അതിനുള്ള ശ്രമങ്ങളുമായി മാതാപിതാക്കൾ കൂടി അധ്യാപകർക്കൊപ്പം മുന്നോട്ട് വരണം എന്നാണ് മാതാപിതാക്കളോട് എനിക്ക് സൂചിപ്പിക്കാനും. ഇപ്പോൾ നമ്മുടെ കുട്ടി ഉയർന്ന പരീക്ഷയിലെല്ലാം മികച്ച വിജയം നേടി, പക്ഷേ ജീവിതത്തിൽ പരാജയപ്പെട്ടാൽ പിന്നെ എന്താണ് ഈ പരീക്ഷയിൽ മാർക്ക് വാങ്ങുന്നതിൻ്റെ അർത്ഥം? അപ്പോൾ പരീക്ഷയിൽ മാർക്ക് വാങ്ങുന്നതോടൊപ്പം എൻ്റെ അഭിപ്രായത്തിൽ നല്ല മനുഷ്യരായി നമ്മുടെ പിള്ളേരെ വളർത്തിയെടുക്കണം. അതായിരിക്കണം നിങ്ങൾക്ക് പ്രഥമ ശ്രദ്ധ മാതാപിതാക്കൾ നൽകേണ്ടത് എന്നാണ്. കാരണം നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കാനും നിരവധി ആളുകൾ, അല്ലെങ്കിൽ നിരവധി സാഹചര്യങ്ങൾ നമ്മുടെ പുറത്തുണ്ട്, നമ്മുടെ ചുറ്റിലുമുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൂടെ, അതുകൊണ്ടാണ് ഇന്നിപ്പോൾ സൈബർ സുരക്ഷ, കുട്ടികളെല്ലാവരും സൈബർ സുരക്ഷ പ്രതിജ്ഞ എടുക്കണം എന്ന് ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കാരണം ചതിക്കുഴികൾ നിറഞ്ഞ സൈബർ ലോകം, നമ്മൾ പഠിക്കുമ്പോഴൊന്നും ഇങ്ങനെ ഒരു വിഷയങ്ങളൊന്നുമില്ല, നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ കുട്ടികളെ വലിച്ചുകൊണ്ട് പോകുവാനുള്ളപ്പോൾ വളരെ കരുതലോടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അതുപോലെ അധ്യാപകർ, എനിക്ക് ബഹുമാനപ്പെട്ട ഇവിടെ നല്ല ശിക്ഷണം നൽകുന്ന സ്കൂളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എനിക്ക് അധ്യാപകരോട് പറയാനുള്ളത്, നമ്മൾ സ്കൂള് തുറന്ന ഉടൻ തന്നെ നമ്മുടെ പാഠപുസ്തകത്തിലേക്ക് കടക്കണമെന്നില്ല. സ്കൂള് തുറന്ന് ഒരു 2-3 ആഴ്ച നിങ്ങൾ പാഠപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചില്ലേലും കുഴപ്പമില്ല. മറിച്ച് കുട്ടികൾക്ക് പ്രാഥമികമായ അക്ഷരാഭ്യാസം നൽകണം. അതിനായിരിക്കണം അക്ഷരാഭ്യാസവും അടിസ്ഥാനമായ ഭാഷാ സംബന്ധമായ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് മതി നിങ്ങൾ പുസ്തകത്തിലേക്ക് കിടക്കാൻ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അവസരങ്ങളിലെല്ലാം ഒരിക്കൽ പോലും ഞാൻ ആദ്യത്തെ സ്കൂൾ തുറന്ന് ജൂൺ മാസത്തിൽ ഏതാണ്ട് 3 ആഴ്ചയോളം പുസ്തകം കൈകൊണ്ട് തൊടാറില്ല.
കുട്ടികൾക്കും അത് ഉപയോഗിക്കാനായിട്ട് ഞാൻ അവരോടത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരാശയം നമ്മളെ കുട്ടിയുടെ മുന്നിൽ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടിയുടെ മുന്നിൽ അവതരിപ്പിച്ച് അതിനെ ആശയ വിപുലീകരണം നടത്താൻ ഭാഷ അറിഞ്ഞുകൂടാത്ത ഒരു കുട്ടിക്ക് എങ്ങനെ സാധിക്കും? അതുകൊണ്ട് ആദ്യം അവന് ബേസിക്കായ അടിസ്ഥാനപരമായ ഭാഷകൾ അവന് അതിന്റെ ശേഷി കൈമാറുന്ന ഒരു ഉത്തരവാദിത്വമാണ് അധ്യാപകർ ഏറ്റെടുക്കേണ്ടത്. അതുപോലെ തന്നെ സ്കൂൾ എന്ന് പറയുന്നത് കുട്ടികളുടെ രണ്ടാമത്തെ വീടാണ്. മാതാപിതാക്കൾ എന്ന് പറയുന്നത് അധ്യാപകർ എന്ന് പറയുന്നത് സ്കൂളിൽ ഒരു കുട്ടി സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അധ്യാപകർ കുട്ടിയെ പഠിപ്പിക്കുന്ന കുട്ടിക്ക് അറിവ് പകർന്നു കൊടുക്കുന്നവർ മാത്രമാകരുത്, മറിച്ച് അവരുടെ മാതാപിതാക്കൾ കൂടി ആകണം അധ്യാപകർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കുട്ടികളുടെ രണ്ടാം വീട് ആണ്. നിങ്ങളുടെ കൈകളിലേക്കാണ്, നിങ്ങളുടെ സുരക്ഷിത വലയത്തിലേക്കാണ് കുട്ടികളെ മാതാപിതാക്കൾ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ കുട്ടി പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകുന്നത് വരെ ആ കുട്ടിയുടെ സുരക്ഷിതത്വം നിങ്ങളുടെ കൈകളിലാണ്. ഓരോ കുട്ടിയുടെയും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാപൂർവമായ ഒരു പരിഗണന നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നാണ് എനിക്ക് അധ്യാപകരോട് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ നമ്മൾ ഈ വർഷം മുതൽ പ്രവേശനോത്സവ ചടങ്ങ്, പഞ്ചായത്ത് തല പ്രവേശനോത്സവ ചടങ്ങ് നടക്കുന്ന സ്കൂളിൽ അതിന്റെ ചെലവ് പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് കൊടുക്കാമെന്ന് നമ്മളിപ്പോൾ ഈ വർഷം തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ പ്രഭാത ഭക്ഷണ പദ്ധതി നമ്മുടെ സ്കൂളിൽ ആരംഭിച്ചിട്ട് വർഷങ്ങളായി, രണ്ട് വർഷത്തിലധികം. അപ്പോ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് പരമാവധി നമ്മുടെ പഞ്ചായത്തിലെ ഏക ഗവൺമെന്റ് UP സ്കൂളാണ്. അപ്പൊ തീർച്ചയായും പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വം നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ഈ സ്കൂളിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് ഇടപെടൽ ഉണ്ടാകും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ സമയം ഒരുപാട് വൈകിയതുകൊണ്ട് നിർദ്ദേശിക്കുന്നില്ല. മാത്രമല്ല അധികം പ്രസംഗിക്കരുത് എന്നാണ് ഗവൺമെന്റ് പോലും തന്നിരിക്കുന്ന നിർദ്ദേശം. അധികം പ്രസംഗമാക്കി മാറ്റില്ല എന്നുള്ള നിർദ്ദേശം ഉള്ളതുകൊണ്ട് തന്നെ പൊതുവെ ഞാൻ അധികം അങ്ങനെ സംസാരിച്ച് കേൾക്കുന്നയാളോ അല്ല എന്നുള്ളത് കൊണ്ട് കൂടി ഈ പഞ്ചായത്ത് തല പ്രവേശനോത്സവ ചടങ്ങ്, പ്രവേശനോത്സവം ഔപചാരികമായി നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.